സേ എക്സാമിന്റെ തലേന്ന് സത്യം എങ്ങനെയെങ്കിലും ഇവൻ പാസ്സാവണം. ഞങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എനിക്ക് പറഞ്ഞിരുന്നാണ് നിങ്ങളിപ്പോ ഒന്നില്ല മക്കളെ, ജീവിതം തന്നെ കൈവിട്ടു പോയ നിമിഷം, എന്നെ ചികിത്സിച്ച ഡോക്ടറിന് തന്നെ വിഷമായ നിമിഷം. HS ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പുള്ളിനോട് പറഞ്ഞ് എന്ത് വേണേലും കുത്തിവെച്ച് എനിക്ക് നാളെ എക്സാം എങ്ങനെയും നന്നായിട്ട് എഴുതിയാൽ മതി. എല്ലാം കഴിഞ്ഞ് അവസാനം ബോധം വന്ന് രാവിലെ കണ്ണൂർ നോക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്റെ അടുത്ത് കിടന്ന് സുഖമായിട്ട് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ അവന്റെ എക്സാമും കാര്യങ്ങളൊക്കെ 2 മാസം മുമ്പേ കഴിഞ്ഞു. പക്ഷെ എന്റെ എക്സാം ആണ് ഇനി 5 മണിക്കൂർ. ഛർദ്ദിക്കാൻ മുട്ടി വയറുവേദന എടുത്തിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. നേരെ പോയി കാഷ്വാലിറ്റി ബാത്റൂമിൽ പോയി നല്ല രീതിയിലൊന്ന് ഛർദ്ദിച്ചു. തലേന്ന് പൊങ്ങിയപ്പോ അവിടെ കണ്ടത് ബണ്ണും കാര്യം. അത് ഇവര് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനുള്ള മൂഡിലായിരുന്നില്ല. എന്നാലും ഒരു കുറച്ച് ബണ്ണും കുറച്ച് വെള്ളവും കുടിച്ച് ആ ബുക്ക് എടുത്താൽ ഒരു മുറി കഷ്ണം ബണ്ണ് പപ്പായ ജ്യൂസ് കുടിക്കുമ്പോൾ ഈസോബാഗസിന്റെ അകത്ത് വലിയൊരു കല്ല് വെച്ച പോലത്തെ ഒരു ഫീല്. രാവിലെ 3 മണിക്ക് ഓരോ പേജ് മറിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ എപ്പോ വേണമെങ്കിലും നീ ഇവിടെ ചത്ത് വീഴാം. പക്ഷെ എന്നാലും ഇപ്പൊ നിനക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ നീ വായിക്കണം. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായി 2 മാർക്കിനാണ് ഫിസിയോളജി എക്സാം. എന്റെ ഡെങ്കിപ്പനിയൊക്കെ എക്സാമിന്റെ തലേന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള അവസ്ഥ 7 മണിയൊക്കെ ആയപ്പോൾ കാഷ്വാലിറ്റിയും ഡിസ്ചാർജ് ഫോമും വാങ്ങിച്ച് നേരെ ഇറങ്ങി. ഇനി 1 മണിക്കൂറിൽ എന്റെ യൂണിവേഴ്സിറ്റി എക്സാം.